ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസ്സി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ വളരെ രുചികരമായിട്ടുള്ള ഒരു പുളിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മൾ പല സാധനങ്ങളും വെച്ച് പുളിശ്ശേരി തയ്യാറാക്കാറുണ്ട്. എന്നാൽ ഞാനിന്ന് വെള്ളരിക്കയും പഴുത്ത ഏത്തക്കയും വെച്ചാണ് പുളിശ്ശേരി തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഒരു വെള്ളരിയുടെ പകുതിയും 2 പഴുത്ത ഏത്തക്കയുമാണ് ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. വെള്ളരി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി, ഏത്തക്കയും ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ആദ്യം നമുക്ക് വെള്ളരി കഷ്ണങ്ങൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ 3-4 പച്ചമുളകും കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് 2 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. 1/2 കപ്പ് തേങ്ങയിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ഇട്ട് കൊടുത്ത ശേഷം വെള്ളം ഒഴിച്ച് വളരെ പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 4 വെളുത്തുള്ളിയുടെ ചെറിയ അല്ലികളും ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3-4 ചുവന്നുള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് വഴറ്റിയ ശേഷം നമ്മൾ മുറിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഏത്തക്ക കഷ്ണങ്ങളും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയ ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളരിക്ക കഷ്ണങ്ങൾ വെള്ളത്തോടു കൂടി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ച് ആ ഏത്തക്ക കഷ്ണങ്ങളൊന്ന് വെന്ത് കുഴയുന്നതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് ഫ്ലെയിം അല്പം താഴ്ത്തി വയ്ക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ എല്ലാ കഷ്ണങ്ങളും കൂടെ വെന്ത് കുഴഞ്ഞ് നല്ല പോലെ വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് അരച്ചിരിക്കുന്ന അരപ്പൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കാം. കറിയുടെ തിക്നെസ്സിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. ഇനി എല്ലാം കൂടെ യോജിപ്പിച്ച ശേഷം ഉപ്പ് പോരെങ്കിൽ ഈ സമയത്ത് അല്പം കൂടെ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഫ്ലെയിം വളരെ ലോ ആക്കിയ ശേഷം അരപ്പൊന്ന് വേവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യണം. അവസാനമായിട്ട് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അരപ്പെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കിയ ശേഷം 1/2 കപ്പ് കട്ടയൊടിച്ച തൈര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. തൈരൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പുളിശ്ശേരി തയ്യാറായിട്ടുണ്ട്. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു പുളിശ്ശേരിയാണ് നമ്മളിപ്പോൾ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്, വെള്ളരിക്കയും ഏത്തപ്പഴവും വെച്ച്. അപ്പോൾ എല്ലാവരും ഇതുപോലെ നല്ലൊരു പുളിശ്ശേരി തയ്യാറാക്കി നോക്കുക. മാത്രമല്ല, എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. കൂടാതെ റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ നല്ല റെസിപ്പികളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. നിങ്ങൾ തരുന്ന എല്ലാ സഹകരണത്തിനും സപ്പോർട്ടിനായിട്ട് നന്ദി പറയുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.